ഒന്ന് പോ സാറേ, ഞാൻ ഇവിടെ സൂചിച്ച് കഴിയൊന്നും അല്ല. ആ പിന്നെ ശ്രീകല മാഡത്തിന് വേണ്ട അഡ്വൈസ് ഒക്കെ ഞാൻ കൊടുക്കും, അത്രേ ഉള്ളൂ. അല്ല, മോള് സാറും ദൂരയാത്രയ്ക്ക് എങ്ങാനും പോകുന്നോ? കയ്യില് ബാഗൊക്കെ ഉണ്ടല്ലോ. ഐ മിസ്അണ്ടർസ്റ്റാൻഡ് എവരിതിങ്. എനിക്കെല്ലാം മനസ്സിലായി മോളെ. നിനക്ക് എന്തു മനസ്സിലായി? സാറ് മോളും കൂടി ഡ്രസ്സൊക്കെ ഡൈവേഴ്സിന് കൊടുക്കാൻ പോവാണല്ലേ? അതെ അതെ, ശോന്തളയ്ക്ക് കാര്യം മനസ്സിലായല്ലോ. ഞങ്ങളെ ഈ ഡ്രസ്സ് ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാൻ പോവാ. ആ എന്നാ പിന്നെ പോയിട്ട് വാ സാറേ. രാഹുകാലത്തിന് മുൻപ് കൊണ്ടുപോയി ഡൈവേഴ്സിന് കൊടുക്ക്. ആ ശരി ശരി. ആ തമ്പിയേട്ടന് വർഷം ഇവിടെ നിൽക്കായിരുന്നോ? ഞാൻ റൂമിലൊക്കെ അന്വേഷിച്ചു. അല്ല, എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? അത് പിന്നെ മാഡം, സാറ് മോളും കൂടി ഡ്രസ്സൊക്കെ ഡൈവേഴ്സിന് കൊടുക്കാൻ ഇറങ്ങിയതാ. ആ തമ്പിയേട്ടന്റെ വല്യമ്മാവൻ തിരക്കുന്നു. അല്ല, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? പോയി പെട്ടെന്ന് വല്യമ്മാവന് പാല് തിളപ്പിക്കും. ഓ യെസ്, ഐ ഫോർഗെറ്റ്. ഇപ്പൊ ശരിയാക്കി തരാം. എന്താ തമ്പിയേട്ടാ ആകെ വല്ലാതിരിക്കുന്ന? വല്യമ്മാവന്റെ കാര്യം ഓർത്തിട്ടാണോ? പഴയ നീരസൊന്നും തമ്പിയേട്ടനോടൊപ്പം വല്യമ്മാവിനില്ല. തമ്പിയേട്ടൻ ബിസിനസ് ഏറ്റെടുത്ത ശേഷം നമുക്കുണ്ടായ ഉയർച്ചയെ പറ്റിയൊക്കെ ഞാൻ വല്യമ്മാവനോട് വിശദമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അത് കേട്ടപ്പോഴേ പുള്ളിക്കാരന് വലിയ സന്തോഷമായി. അതെ, നിങ്ങളോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. വാ. അല്ല ശ്രീകലെ, ഞങ്ങള് ഡ്രസ്സൊക്കെ പിന്നെ ഡ്രൈ ക്ലീനിങ്ങിന് കൊടുക്കാം. നിങ്ങളൊന്ന് വന്നേ, അല്ലെങ്കിൽ വല്യമ്മാവൻ എന്ത് വിചാരിക്കും? വന്നേ. ഇവര് ഡൈവേഴ്സിന് കൊണ്ടുപോകുന്നില്ലേ? ഇതിൽ എനിക്കിടാൻ പറ്റുന്ന വല്ലതും ഉണ്ടെങ്കിലേ ഒരെണ്ണ അടിച്ചു മാറ്റണം. നല്ല പോഷ് ഡ്രസ്സായിരിക്കും. അയ്യോ പാല്. ചേച്ചി സന്ദീപും പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഈ കുടുംബത്ത് ഒരു അഴിച്ചുപണി ആവശ്യമുള്ളതായിട്ടാ എനിക്ക് തോന്നുന്നത്. അതെ കുഞ്ഞികൃഷ്ണ, അതുകൊണ്ട് കൂടിയ നീ ഇവിടുന്ന് പോകരുതെന്ന് ഞാനും സന്ദീപും ഒക്കെ ആവശ്യപ്പെടുന്നത്. അതെ വല്യമ്മാവൻ, കാര്യങ്ങളൊന്ന് നേരെയാക്കി എടുക്കുന്നവരെങ്കിലും വല്യമ്മാവൻ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അമ്മാവ, തമ്പിയേട്ടന് വർഷേ അമ്മാവൻ വന്നതറിഞ്ഞ് ഇങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു. എന്താ തമ്പി, സുഖം തന്നെ അല്ലേ തനിക്ക്? അതേ അമ്മാവ, വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. താൻ വന്നതിന് ശേഷം ഇവിടുത്തെ ബിസിനസ് ഒക്കെ മെച്ചപ്പെട്ടു എന്ന് ശ്രീകല പറഞ്ഞു. അതേതായാലും നന്നായി. ഈശ്വരാനുഗ്രഹം കൊണ്ട് എല്ലാം നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ സാധിക്കുന്നുണ്ട് വല്യമ്മാവ. കാലം കുറെ ആയില്ലേ താൻ ഒറ്റയ്ക്ക് കച്ചവടവും കുടുംബകാര്യവും ഒക്കെ നോക്കി കഷ്ടപ്പെടുന്നു. ഇനി അല്പം വിശ്രമമൊക്കെ ആവാം. ബിസിനസ്സും സ്കൂളിന്റെ നടത്തിപ്പൊക്കെ സന്ദീപിന് വിട്ടുകൊടുക്കുക. അവനും ഭാര്യയും അത് ഭംഗിയായി ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അല്ലമ്മാവ, സന്ദീപ് ഏകദേശം ബിസിനസ് കാര്യങ്ങളൊക്കെ പഠിച്ചും പരിചയമായിട്ട് വരുന്നതേ ഉള്ളൂ. പെട്ടെന്നൊരു കൈമാറ്റം. അല്ല, പെട്ടെന്ന് വേണമെന്നല്ല ഞാൻ പറഞ്ഞത്. സന്ദീപിനെ കൊണ്ട് എല്ലാം ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തനിക്ക് കൂടി വിശ്വാസമുള്ളൊരു സമയത്ത് മതി. പക്ഷേ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും സന്ദീപും സുകുമാരി ചേച്ചിയും അറിഞ്ഞിട്ട് മതി. അതിൽ തമ്പിക്ക് എതിരഭിപ്രായമൊന്നും ഇല്ലല്ലോ അല്ലേ? അതില് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇപ്പോഴും എല്ലാ കാര്യങ്ങളും സന്ദീപുമായിട്ട് ആലോചിച്ചിട്ടേ ചെയ്യാറുള്ളൂ. ആ ശ്രീകലേ, അതുപോലെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. എന്താ അമ്മാവ? സന്ദീപിന്റെ പെൺകുട്ടിയെ എന്തിന്റെ പേരിലാണെങ്കിലും ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്നത് അത്ര ശരിയുള്ള ഏർപ്പാടല്ല.
അത് പിന്നെ അമ്മാവ, ഞാൻ പറഞ്ഞില്ലേ 41 ദിവസത്തെ വ്രതം. അതൊക്കെ എനിക്ക് മനസ്സിലായി. വ്രതം അതിന്റെ പരിശുദ്ധിയോടുകൂടി അനുഷ്ഠിക്കണമെന്നല്ലേ ഉള്ളൂ. അതിന് ഔട്ട് ഹൗസിൽ തന്നെ താമസിക്കണമെന്നില്ലല്ലോ. ദേവൂട്ടിയും കൂടെയുള്ള സ്ത്രീയും ഇവിടെ കഴിയട്ടെ. ദേവൂട്ടിക്ക് വേണമെങ്കിൽ സുകുമാരി ചേച്ചിയുടെ കൂടെ കഴിയാമല്ലോ. അല്ല അമ്മാവ, അത് വേണ്ട ശ്രീകളെ, ഇനി അതിന്റെ പേരിൽ നമ്മൾ തമ്മിലൊരു തർക്കം വേണ്ട. കുടുംബത്തുള്ള ഒരാള് വിവാഹം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ നാണക്കേട് ഇവിടെ ഉള്ളവർക്കാ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവളെയും കൂടെയുള്ള ആ സ്ത്രീയെയും ഇവിടേക്ക് മാറ്റണം. അത് ഉടനെ തന്നെ വേണം താനും. എന്താ ചേച്ചി, ഞാൻ പറഞ്ഞത് ന്യായമുള്ള കാര്യമല്ലേ? അതെ, ദേവൂട്ടി ഇവിടെ താമസിച്ചോട്ടെ. കുഞ്ഞികൃഷ്ണൻ പറഞ്ഞതുപോലെ വ്രതം